ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുമുന്നണിയുടെ തിരിച്ചടിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്, അതെല്ലാം പരിശോധിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF-ഉം BJP-യും നീക്കുപോക്കുണ്ടാക്കിയതാണ് ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിച്ച ഫലമല്ല ഉണ്ടായത്. അതിൻ്റെ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തലുകൾ വരുത്തുക എന്നുള്ള നിലപാട് തന്നെയാണ് പൊതുവിൽ സ്വീകരിച്ചു പോകുന്നത്. ഈ പറയുന്ന പ്രത്യേക പ്രശ്നം വല്ലാതെ LDF-നെ ബാധിച്ചു എന്ന് കാണാൻ നമുക്ക് കഴിയില്ല. തിരുവനന്തപുരത്തുണ്ടായത് വളരെ പ്രത്യേകതയാർന്ന നിലയാണ് എന്നത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. UDF-ഉം BJP-യും തമ്മിൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഒരു നീക്കുപോക്കുകൾ ഉണ്ടാക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന പ്രശ്നം. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി എന്താണ്? വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അമൃത, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം മുഖ്യമന്ത്രി ആദ്യമായി മാധ്യമങ്ങളെ വിശദമായി കണ്ടതാണ്. അതിൽ ഉയർന്നു വന്ന എല്ലാ വിഷയങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറയുകയും ചെയ്തു. അതിൽ ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സ്വർണ്ണക്കൊള്ള അതൊരു പ്രത്യേക വിഷയമായിട്ടില്ല, LDF-ന്റെ തിരിച്ചടിക്ക് പ്രത്യേക വിഷയമായിട്ടില്ല എന്ന കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. അതിന് പ്രധാനമായും പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് നേരത്തെ പാർട്ടി സ്വീകരിച്ച അതേ ന്യായീകരണം തന്നെയാണ്. പന്തളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, പന്തളത്തും കൊടുങ്ങല്ലൂരിലും ഒക്കെ ആണ് ഏറ്റവും കൂടുതൽ ശബരിമല വിഷയം ബാധിക്കേണ്ടത്. പക്ഷേ ശബരിമല സ്ഥിതി ചെയ്യുന്ന ആ പന്തളത്ത് തന്നെ LDF BJP-യിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കുകയാണ്, നഗരസഭ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിനർത്ഥം അത്തരത്തിൽ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നതാണ്. പ്രചാരണ വിഷയമായിട്ടുണ്ട്. ശബരിമല വിഷയം പ്രചാരണ വിഷയമാക്കുകയും വിവാദമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് BJP-യും കോൺഗ്രസും ഒരുപോലെ അതിന് ശ്രമിച്ചിട്ടുമുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയാണ്. അങ്ങനെ ശ്രമിച്ചിട്ട് പോലും അത്തരത്തിൽ ഒരു വർഗീയപരമായ ഒരു പ്രചാരണം അത് ഏശിയില്ല എന്നുള്ളതാണ്. അതിന്റെ വോട്ടുകളുടെ കണക്കുൾപ്പെടെ പറഞ്ഞാണ് തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് BJP-യും കോൺഗ്രസും ഒരേ നിലയിൽ ഒന്നിച്ചാണ് LDF-നെ നേരിട്ടത് എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും 12ഓളം സീറ്റുകളിൽ 60-ൽ താഴെ വോട്ടിനാണ് LDF പരാജയപ്പെട്ടത്. അങ്ങനെ തന്നെ കോൺഗ്രസും BJP-യും ജയിച്ച സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെയും BJP-യുടെയും പരസ്പരമുള്ള വോട്ടുകൾ കണക്കുകൂട്ടിയാൽ അത് മനസ്സിലാകും. വോട്ട് മറച്ചിട്ടുണ്ട് എന്നുള്ളതുൾപ്പെടെയുള്ള ആരോപണവും മുഖ്യമന്ത്രി ഉയർത്തി. എന്നാലും ഈ വിഷയത്തിൽ സോണിയാഗാന്ധിക്കെതിരെ ഒരു ആയുധമാക്കാൻ സോണിയാഗാന്ധിക്കൊപ്പം പോറ്റി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന കാര്യം ഒക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. ആന്റണിയും ഒപ്പം തന്നെ മറ്റു നേതാക്കൾ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ സോണിയാഗാന്ധിക്കടുത്തേക്ക് പോറ്റിയെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് പലതവണ. ഒരു തവണയല്ല, അതിൽ കൂടുതൽ കൊണ്ടുപോയിട്ടുണ്ട്. സോണിയാഗാന്ധി Z കാറ്റഗറിയുള്ള ആളാണ്. കോൺഗ്രസ് നേതാക്കൾക്ക് K കരുണാകരന് പോലും നേരിട്ട് കാണാൻ അവസരം കിട്ടാത്തതിലുള്ള പരിഭവം അദ്ദേഹം പറഞ്ഞതാണ്. ഒപ്പം തന്നെ അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് ഒക്കെ ഇക്കാര്യത്തിൽ പാർട്ടി വിടാനുള്ള കാരണം പോലും സോണിയാഗാന്ധിയെ കാണാൻ കഴിയാത്തതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയുള്ള ഒരാളെ പോറ്റിക്ക് എങ്ങനെ നേരിട്ട് പലതവണ കാണാൻ കഴിഞ്ഞു എന്നുള്ള ആരോപണം മുഖ്യമന്ത്രി ഉയർത്തുകയാണ്. ഒരുപക്ഷെ ഇത്രയും നാൾ അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള നിലപാടായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചതെങ്കിൽ, പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനെതിരെ പുതിയൊരു ആയുധമായി രാഷ്ട്രീയമായി തന്നെ ഉയർത്താനുള്ളൊരു നീക്കം LDF-ന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. ഇത്രയും നാൾ വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ചില നേതാക്കളുമൊക്കെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതെങ്കിൽ കുറച്ചുകൂടി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ആ ആരോപണങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്നുള്ളതാണ് ഈ സമയത്ത് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടതും ഒപ്പം തന്നെ ഇവരുടെ നേതാക്കളുമൊക്കെയായി ഉള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. അമൃത.